ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രുചികരവും ആരോഗ്യകരവുമാണ് മത്തങ്ങയും പയറും. രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴുള്ള സ്വാദ് പറയുകയും വേണ്ട. ഓണവിഭവങ്ങളിലെ മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് മത്തങ്ങ എരിശ്ശേരി. വൻപയർ ചേർത്തും ചേർക്കാതെയും മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. വൻപയർ ചേർത്തിട്ടുള്ള എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അളവിൽ വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 തവണയായി കഴുകിയെടുത്തു വരാം. അങ്ങനെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ വൻപയർ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കഷ്ണങ്ങളാക്കിയെടുത്ത മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം അളവിലുള്ള മത്തങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 4 പച്ചമുളക് നടുക്കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിലുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അളവിൽ നാളികേരം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് താളിച്ചെടുക്കുന്നത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളകും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് നന്നായി വറുത്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇപ്പോൾ നാളികേരം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇവിടെ മത്തങ്ങയും പയറും പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മത്തങ്ങയും പയറും വേവിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറുതീയിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പ് ഒന്ന് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നാളികേരത്തിലേക്ക് മത്തങ്ങയും പയറും മുഴുവനും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എരിശ്ശേരി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.